സിഹി കരയില്ലേ മോളെ, പ്ലീസ് കരയില്ലേ, കരയില്ലേ പ്ലീസ്, പറഞ്ഞ കേക്ക് മോളെ, പ്ലീസ് മോളെ കരയില്ലേ പ്ലീസ്. ദേ നമ്മൾ വീട്ടിലെത്തി. അച്ഛൻ കോൾ ഹിം ഡാഡ്. അപ്പൊ എന്നെയോ കോൾ മീ മോം. ആൻഡ് ഐ ആം യുവർ ചെറിയമ്മ. നിങ്ങൾ എന്നെ ചെറിയമ്മയല്ല. ഇവരെന്റെ അച്ഛനും അമ്മയും അല്ല. എന്റെ അച്ഛൻ രാമ, എന്റെ അമ്മ സീതമ്മയാ. സിഹി ഇങ്ങോട്ട് വാ മോളെ. മോളെ ഞാൻ അല്ലാന്ന് പറഞ്ഞില്ല. നോക്ക്, നിന്റെ അച്ഛനും അമ്മയും രാമും സീതയാ. ഇതാണ് നീ ഇത്ര നാള് വിശ്വസിച്ചത്. പക്ഷെ സത്യം മറ്റൊന്നാ മോളെ. ഇതൊക്കെ നിനക്ക് മനസ്സിലാവാൻ കുറച്ചുകൂടി സമയം വേണ്ടി വരും. ഞാൻ ഇവിടെ നിൽക്കില്ല. എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം. എനിക്ക് സീതമ്മയെ കാണണം. എന്താ ശ്യാം ഇത്? ഇവളിവിടെ വന്നപ്പോ മുതലേ കരഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. ഒന്ന് അടക്കി നിർത്ത്. സിഹി മോളെ കരയല്ലേ മോളെ. മോള് കരയുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. നോക്ക്, നിനക്ക് ഈ DR ഡോക്ടറെങ്കിലും ഇഷ്ടമല്ലേ? എടുത്തോ എടുത്തോ. എനിക്ക് ഷുഗർ ഉള്ളതാ. ഞാൻ ചോക്ലേറ്റ്സ് കഴിക്കില്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നിനക്ക് ചോക്ലേറ്റ് വേണ്ടെങ്കിൽ വേണ്ട, പോട്ടെ. ബട്ട് പ്ലീസ് കരയില്ലേ. ഞങ്ങൾ നിനക്ക് കുറെ ടോയ്സ് വാങ്ങിത്തരാം. നിന്റെ കൂടെ ദിവസം മുഴുവൻ എന്തോ ഒരു ഗെയിം ഇല്ലേ, ലൂഡോ, നമുക്കത് കളിക്കാം. നിന്നെ ഞങ്ങൾ പൊന്നുപോലെ നോക്കാം. ഓക്കെ? സിഹി, ശാലിനി കുഞ്ഞിനോട് ദേഷ്യം പിടിക്കില്ലേ പ്ലീസ്. അല്ലാതെ പിന്നെ എന്താ ശ്യാം? വീടിന് മുന്നിൽ ഇങ്ങനെ ഉറക്കെ കരഞ്ഞോണ്ടിരുന്ന കാണുന്നവർ എന്താ വിചാരിക്കാന്നറിയോ? നമ്മൾ കിഡ്നാപ്പ് ചെയ്താണെന്നല്ലേ അവർ കരുതൂ. ഷാലു കൂൾ. ഇവളൊരു ചെറിയ കുട്ടിയാ. ആ സീതയാ ഇവൾ ഇത്രയ്ക്ക് റൂഡായിട്ട് വളർത്തിയത്. ഇറ്റ്സ് ഓക്കെ, കൊച്ചു കുട്ടിയല്ലേ, നമുക്കിവളെ ശരിയാക്കി. എന്താ മുത്തശ്ശ ഇതൊക്കെ? അവരെന്താ ഈ പറയുന്നത്? അപ്പോ സിഹിമോളെ നിങ്ങള് ശ്യാമിന്റെ ശാലിനെ കൂടെ പറഞ്ഞയച്ചോ? ഹൗ ക്യാൻ യു ഡു ദിസ് മുത്തശ്ശ? ഞാൻ തിരിച്ചു വരുന്നത് വരെ ഒരു തീരുമാനം എടുത്തേക്കരുതെന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിട്ട് പോയതല്ല ഞാൻ. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? മുത്തശ്ശ, നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. സിഹി ജനിച്ചപ്പോ വരാത്ത അവരെ ഇപ്പൊ എന്റെ അധികാരത്തിലാ ഇവിടുന്ന് കൊണ്ടുപോയേക്കുന്നത്. എന്ത് പറഞ്ഞാലും സിഹി എന്റെ മകളാ. ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. സീത, മുത്തശ്ശ, ശ്യാമും ശാലിനിയും സിഹിമോളുടെ ബയോളജിക്കൽ പേരൻസ് ആയിരിക്കാം. പക്ഷെ കുഞ്ഞ് മരിച്ചു പോയിന്ന് കള്ളം പറഞ്ഞ കുഞ്ഞിനെ അനാഥയാക്കാൻ നോക്കിയത് അവര്. ശരിയാ, സീത ഒരു വാടകയമ്മയാണ്. പക്ഷെ സിഹിയെ സ്വന്തം മകളായി കണ്ട് വളർത്തിയതാ അവള്. കാര്യം അറിയാതെ ഒരു തീരുമാനം എടുക്കരുതായിരുന്നു മുത്തശ്ശ. സൂരി, എന്താ സൂരി ഇതൊക്കെ? സർ, സീതയല്ലേ സിഹിയുടെ അമ്മ? ഈ ശ്യാമു ശാലിനി ആരാ? അവര് സിഹിയുടെ പേരൻസ് ആണോ? സീത എന്താ വാടക അമ്മയാണോ?
സത്യം അതാണ് പ്രിയ. ആക്ച്വലി സീത സിഹിയുടെ സറോഗേറ്റ് മദറ. ശ്യാമും ശാലിനിയുമാണ് അവളുടെ ശരിക്കുള്ള പാരന്റ്സ്. വെൽക്കം ഹോം സ്വീറ്റ് ഹാർട്ട്. എന്റെ പേര് സ്വീറ്റ് ഹാർട്ട് അല്ല, സിഹി. ഇന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ സ്ലീപ്പ് ഓവർ ചെയ്യില്ല. എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം. ഇത് സ്ലീപ്പ് ഓവർ അല്ല ബേബി. യു വിൽ ബി ഹിയർ ഫോർ എവർ. അങ്കിൾ, നിങ്ങൾ എന്നെ വീട്ടിലേക്ക് കൊണ്ടാക്ക്. ഇപ്പൊ എന്നെ സീതമ്മേനെ അന്വേഷിക്കുന്നുണ്ടാവും. ആ ബാഡ് അങ്കിൾ എന്നെ തട്ടിക്കൊണ്ടു പോയപ്പോ എന്റെ സീതമ്മ എന്നെ കാറിന്റെ പുറകെ ഓടി വന്നു. പാവം എന്റെ സീതമ്മ. ആ സീത നിന്നെ ശ്രദ്ധിക്കാത്തത് കാരണോ നിന്നെ ഇന്ന് മിസ്സായത്. ആരോ നിന്നെ തട്ടിക്കൊണ്ടുപോയത്. നീ ഇവിടെ എപ്പോഴും സേഫ് ആയിരിക്കും മോളെ. അതെ മോളെ, ഞങ്ങൾ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം. സി, നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടതെന്ന് പറ. ഞാൻ നിനക്ക് എല്ലാം ഉണ്ടാക്കി തരാം. ഞാൻ ഒരിക്കലും വഴക്ക് പറയില്ല നിന്നെ. ഓക്കെ അല്ലേ? ഇല്ല, എനിക്ക് എന്റെ സീതമ്മ ഉണ്ടാക്കുന്ന കറിയും ഉപ്പേരിയും ചപ്പാത്തിയും ഒക്കെ മതി. എനിക്ക് നിങ്ങൾ ഒന്നും ഉണ്ടാക്കി തരണ്ട. സീതമ്മ 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 കേട്ട് കേട്ട് തലയ്ക്ക് വട്ട് പിടിച്ചു തുടങ്ങി. ബേബി, ഇനി മുതൽ നോ സീതമ്മ, ഓൺലി ശാലിനി അമ്മ. ഇല്ല, എന്റെ സീതമ്മ എന്നെ കൊണ്ടുപോകാൻ വരും. അവര് വന്നിരിക്കും. ദൈവമേ, സീതമ്മ എന്നെ കൊണ്ടുപോകാൻ വരില്ലേ? എന്റെ സീതമ്മ എന്നെ കൊണ്ടുപോവില്ലേ? എന്റെ സീതമ്മ വരാൻ വേണ്ടി നീ എന്തെങ്കിലും ഒരു മാജിക് ചെയ്യണേ. വെൽക്കം ഹോം ബേബി. എനിക്കിതൊന്നും വേണ്ട. സിഹി, സിഹി, സീതമ്മ, ശ്യാം, റാം, ഇപ്പൊ നമ്മൾ വന്നത് സിഹിക്ക് വേണ്ടി മാത്രമാ. മറ്റൊന്നും വേണ്ട. പ്ലീസ് സമാധാനമായിട്ടിരിക്കുക. പക്ഷെ നമ്മളില്ലാത്ത സമയത്ത് കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചോണ്ട് വരുന്നത് തെറ്റല്ലേ സീത? അതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സീതമ്മ, എനിക്ക് നിങ്ങൾ വരുമെന്ന് അറിയായിരുന്നു സീതമ്മ. ഞാൻ നിങ്ങൾ വേഗം വരാൻ വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ശാലിനി, നീ കുഞ്ഞിനെ കൊണ്ട് ആദ്യം അകത്തു പോ. നിങ്ങൾ അകത്തേക്ക് പോകൂ. എന്നെ വിട്. എന്നെ വിട്. സീതമ്മ, ഈ അങ്കിളും ആന്റിയൊക്കെ ദുഷ്ടന്മാരാ. കുറേ നേരമായിട്ട് ഇവര് മകള് മകളെന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ നിങ്ങളുടെ മകളാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. വിട്. എന്നെ വിടാൻ പറഞ്ഞില്ലേ? ഹേയ് ശ്യാം, നീ ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതി. അഫക്റ്റ് ചെയ്യുന്ന ചിന്തിക്കാനുള്ള കഴിവില്ല നിനക്ക്. അത് ഞങ്ങളില്ലാത്ത സമയത്ത്. നീ ചെയ്തത് വലിയ തെറ്റാ ശ്യാം, വലിയ തെറ്റാ നീ ചെയ്തത്. നീ ഉണ്ടായിരുന്ന ഈ കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു റാം. ആൻഡ് ഞാൻ പറയാതെ കൊണ്ടുവന്നതൊന്നുമല്ല, നിന്നെ മെസ്സേജ് ത്രൂ ഇൻഫോം ചെയ്താ കൊണ്ടുവന്നത്.
നോക്ക്, ഐ ഡോണ്ട് വാണ്ട് എനി ആർഗ്യുമെന്റ്സ്. ശ്യാം, ശാലിനി, സിഹയെ കൊണ്ടുപോകാൻ പറഞ്ഞില്ലേ? ശ്യാം, നീ സിഹയെ എനിക്ക് വിട്ടതാ. നോ, അവൾ എന്റെ മോളാ. ഇനി അവൾ ഇവിടെ നിൽക്കും. സിഹി എന്റെ മകളാന്ന് പറഞ്ഞ അത് മനസ്സിലാവില്ലേ നിനക്ക്? ആര് പറഞ്ഞു? സത്യം അവളോട് ചോദിച്ചു നോക്ക്. വേണ്ട ശ്യാം, നീ ഇതിന് റിഗ്രറ്റ് ചെയ്യും. നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. ശ്യാം, മാറാം. നിങ്ങളൊരു വലിയ തെറ്റാ ചെയ്തു സൂരി. രാമും സീതയും വീട്ടിലില്ലാത്തപ്പോൾ സിഹി അവരുടെ കൂടെ വിട്ടത് വലിയൊരു തെറ്റ് തന്നെയാണ്. അവര് സിഹിയുടെ പാരന്റ്സ് സമ്മതിച്ചു. പക്ഷെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തേണ്ടതല്ലേ? റാമിന്റെയും സീതയുടെയും സമ്മതമില്ലാതെ സിഹി എങ്ങനെ നിങ്ങളെ പറഞ്ഞയച്ചേ? ഈ കാര്യത്തിൽ നിങ്ങൾക്ക് തെറ്റുപറ്റു സൂരി. അശോക, ആ കുഞ്ഞിനോട് എനിക്ക് യാതൊരു പ്രശ്നമില്ലടാ മോനെ. ആ കുഞ്ഞിന്റെ ശരീരത്തിലുള്ള രക്തം ഈ കുടുംബത്തിലേതല്ല, ശരിയാ. പക്ഷേ അവൾ എന്റെ കൊച്ചുമോളാണെന്നുള്ള സ്നേഹവും വിശ്വാസവും ബന്ധവും എനിക്കുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? ഈ ബഹളങ്ങൾക്കൊക്കെ ഇടയിൽ ഞാൻ എന്ത് തീരുമാനം എടുക്കേണ്ട മോനെ? ആ കുഞ്ഞിനെ കോടതിയിലെ കാഴ്ചവസ്തുവാക്കാൻ എനിക്കിഷ്ടമില്ല. ചെറിയ പ്രായമാ, പക്ഷെ വലിയ ഭാവിയുണ്ടവക്ക്, അല്ലേടാ? അതെ, പക്ഷേ സിഹി അച്ഛനും അമ്മയായിട്ട് കാണുന്നത് ആരെയാ? സീതയും രാമനെയും. അവൾ ഇനി അവരുടെ കൂടെ ഹാപ്പി ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശ്യാമും ശാലിനിയും ന്യായമായിട്ട് ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും തന്നെയാ. അത് ശരിയല്ലേ അശോക? സീത എന്തു പറഞ്ഞാലും ആ ദമ്പതികളുടെ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ ചുവന്ന ഒരു വാടകയമ്മ മാത്രമല്ലേ? അതുകൊണ്ട് അവളുടെ കർത്തവ്യം കഴിഞ്ഞു. അപ്പോ ആ കുഞ്ഞ് ശരിക്കും അവളുടെ അച്ഛനമ്മമാരുടെ അടുത്ത് എത്തണ്ടേ? അതല്ലേ ന്യായം? ആയിക്കോട്ടെ സൂരി, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇതേ അച്ഛനമ്മയും ഇത്രയും വർഷം എവിടെയായിരുന്നു? അറിയില്ലല്ലേ? 6 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും അവർക്ക് അവരുടെ കുഞ്ഞിനെ ഓർമ്മ വന്നില്ലേ? കുഞ്ഞ് മരിച്ചുപോയെന്ന് കരുതിയിരിക്കായിരുന്നു അവര്. അതെങ്ങനെ ശരിയാവും സൂരി? ജീവിച്ചിരിക്കുന്ന കുഞ്ഞ് മരിച്ചുപോയിന്ന് ആരാ പറയാ? എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ആ ഗർഭം ധരിക്കേണ്ടി വന്ന സീത ഈ കുഞ്ഞിനെ ഇനി ഞാൻ നോക്കിയോ വളർത്തിക്കൊള്ളാന്ന് കരുതോ? അതിനുവേണ്ടി ഇനി അവള് കള്ളം പറയോ? സീതയുടെ സ്വഭാവം നിങ്ങൾക്കറിയില്ലേ സൂരി? നിങ്ങൾ പറ, സീത അങ്ങനെ ചെയ്യോ? ശ്യാം, സീത, പിന്നെ ശാലിനി, ഇവരെ അറ്റൻഡ് ചെയ്തിരുന്ന ആ ഡോക്ടറിന്റെ അഭിപ്രായവും അവരുടെ വാക്കുകളും ഇവിടെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് സൂരി. നിങ്ങൾ ഒരു തവണ അവരോട് സംസാരിച്ചേ പറ്റൂ. അപ്പോഴേക്ക് സത്യം എന്താണെന്ന് മനസ്സിലാവും. അല്ല സൂരി, വീടും കൂടും പേരും ഇല്ലാത്ത ഞാൻ ഈ വീട്ടില് മകനെ പോലെയാ വളർന്നത്. അപ്പൊ നിങ്ങളുടെ കൊച്ചുമോൻ സ്വന്തം മകളായിട്ട് അംഗീകരിച്ച സിഹി ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെയാണോ പോകേണ്ടത്? പറ സൂരി. അശോക, എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റുന്നില്ല മോനെ. ഇനി എന്റെ കയ്യിലൊന്നുമില്ല. പറയണം സൂരി, അതിനുള്ള അധികാരമുണ്ട്. നിങ്ങൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്താ നിങ്ങൾക്ക് പറ്റിയത്? ആരോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നേ.
ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. റാമിന് സിഹിയും സീതയും ഉണ്ടെങ്കിൽ സന്തോഷമായിട്ടിരിക്കാൻ കഴിയൂ. സിഹിയെ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ കൂടെ നിർത്തിയെന്ന് പറഞ്ഞ് നിങ്ങൾ അവളുടെ അച്ഛനും അമ്മയും ആവില്ല. ശാലിനി, ആരാരുടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ ഭഗവാനാ. അത് മറികടന്ന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. മതി, നീ വാ. അവിടെ നിൽക്ക്. ഇങ്ങനെ വീട്ടിൽ കയറി അവളെ കൊണ്ടുപോയി എല്ലാം തീരുമെന്ന് കരുതിയോ? ഈ നാട്ടിൽ കോടതിയുണ്ട്. കുഞ്ഞ് ആരുടെ കൂടെ ജീവിക്കണമെന്ന് കോടതി ഡിസൈഡ് ചെയ്യും. ആയിക്കോട്ടെ ശ്യാമേ, എനിക്കറിയാം. പക്ഷെ കോടതി തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ഈ കുഞ്ഞിനെ വിളിച്ചിറക്കി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ല ഇങ്ങോട്ട്. അപ്പൊ ഇത് ഓർമ്മ വേണമായിരുന്നു. നീ വാ സീത. നിൽക്കറാം, ഞാൻ പറഞ്ഞു തീർന്നില്ല. സിഹിയെ നിങ്ങളെ എങ്ങോട്ടും കൊണ്ടുപോകില്ല. കാരണം അവൾ എന്റെ മകളാ. അവളിനി ഇവിടെ കഴിയാനുള്ള എല്ലാ ലീഗൽ പേപ്പേഴ്സും എന്റെ കയ്യിലുണ്ട്. നോക്ക്, കോർട്ട് നോട്ടീസിന് റെസ്പോണ്ട് ചെയ്തില്ല എന്ന് വെച്ച് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അത് മറികടന്ന് നിങ്ങൾ എന്റെ മകളെ കൊണ്ടുപോയാൽ അതിന്റെ പരിണാമം എന്താണെന്ന് അറിയാലോ. ഇനി നീ എന്റെ ഫ്രണ്ടാണെന്ന് പോലും ഞാൻ നോക്കില്ല റാം. നിന്റെ വീട്ടിൽ നിന്ന് വിളമ്പി തന്ന ചോറിന് നന്ദി കൊണ്ടാ ഞാനൊന്നും മിണ്ടായിരുന്നത്. പക്ഷെ ഇനി അതിന് കഴിയില്ല. നീയും നിന്റെ പെണ്ണും ജയിലിൽ കിടക്കേണ്ടി വരും, എസ്പെഷ്യലി നിന്റെ ഭാര്യ. ഞങ്ങളുടെ മകളെ അകറ്റി നിർത്തിയതിന് അകത്ത് കിടക്കേണ്ടി വരും. അത് വേണോ? എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നാലും കുഴപ്പമില്ല. മറ്റൊരാളുടെയും കൂടെ ഞാൻ എന്റെ മകളെ പറഞ്ഞു വിടില്ല. റാം, പോകാം. സീത, ഐ എം സോറി ചക്കരെ. ഇതിന്റെ എല്ലാം കാരണം ആരാണെന്ന് നിന്നോട് പറയാൻ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു മോളെ. എന്റെ സിഹിമോൾക്ക് നിന്റെ ഈ അച്ഛനെ വിശ്വാസമില്ല. ട്രസ്റ്റ് മീ മോളെ, അച്ഛൻ പതിയെ എല്ലാം ശരിയാക്കിക്കോളാം. അത്രയും കാലം മിടുക്കി കുട്ടിയായിട്ട് ശ്യാമങ്ങളുടെ വീട്ടിൽ നിൽക്കണേ. റാം, എന്താ ഇതൊക്കെ? യെസ് സീത, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ മോളെ നീ നന്നായിട്ട് വളർത്തിയിട്ടുണ്ട്. ഒരു അമ്മയുടെ സ്നേഹം കൊടുത്തു, നന്മയും തിന്മയും പറഞ്ഞു കൊടുത്തു. നൗ ഗിവ് ഹർ ബാക്ക് ടു us, പ്ലീസ്. ഇതൊന്നും ഒരിക്കലും നടക്കില്ല റാം. എന്ന് വെച്ചാ നിങ്ങള് ശ്യാമിന്റെ വീട്ടിലെ സിഹിക്ക് ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് ഇവിടെ വിട്ടു നിൽക്കാൻ കഴിയില്ല. സിഹിയെ നമ്മുടെ കൂടെ കൊണ്ടുപോയേ പറ്റൂ. ഇവളെ ഇവിടെ വിട്ടുപോകാൻ എനിക്കും ഇഷ്ടമല്ല സീത. വിട്ടു പോവാന്ന് പറഞ്ഞാൽ വിട്ടു കൊടുക്കാന്നല്ല. അല്ലെങ്കിൽ ശ്യാമിനെ പേടിച്ച് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതുമല്ല. അവൻ ലീഗലായിട്ട് കേസ് മൂവ് ചെയ്താ
നീ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നിങ്ങളെ രണ്ടുപേരിൽ ആര് നഷ്ടപ്പെട്ടാലും അതെനിക്ക് സഹിക്കാൻ കഴിയില്ല സീത. വൈകാതെ ഇവിടെ വന്ന് എന്റെ മോളെയും കൂട്ടിക്കൊണ്ട് പോകും ഞാൻ. ലീഗലി സംസാരിക്കുന്നവർക്ക് ലീഗലായി തന്നെ ഉത്തരം കൊടുക്കാം. റാമിനി എന്ത് സംഭവിച്ചാലും നമുക്ക് ഫേസ് ചെയ്യാം. സിഹി ഇവിടെ ആക്കിയിട്ട് പോകാൻ കഴിയില്ല. അവൾക്കും ഇഷ്ടമല്ല, എനിക്കും വിട്ടു നിൽക്കാൻ കഴിയില്ല. പ്ലീസ് നമുക്ക് അവളെയും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോവാം. സീത പ്ലീസ് ഒന്ന് മനസ്സിലാക്ക. ഈ ശ്യാമ ശാലിനി സിഹി ജനിച്ചപ്പോ അവളെ അനാഥയാക്കിയവരാ. നീയാ ഇവളുടെ അമ്മയായത്. ജീവനും കൊടുത്തു, ജീവിതവും കൊടുത്തു. ഇവളെ വളർത്തി നീ ഇത്ര വലുതാക്കി. ഇപ്പൊ ഒരു ചെറിയ തെറ്റ് സംഭവിച്ച നീ വളർത്തി വലുതാക്കി ഈ മകളെ ചാത്തിയിലൂടെ കൊണ്ടുപോകൂ ഇവരെ. നീ ചെയ്ത ഒരു നല്ല കാര്യത്തിന് ശിക്ഷ വാങ്ങി തരുമെന്ന് അവർ പറയുന്നത്. അതിനെനിക്ക് താല്പര്യമില്ല സീത. ഓൾറെഡി എന്റെ മോളുടെ മേലെ വലിയ പ്രഷറാ ഉള്ളത്. ഇത് കാരണം അവൾ മെന്റലി എത്ര അപ്സെറ്റ് ആയി കാണും. ഈ കൊച്ചു കുഞ്ഞ് അവളുടെ അമ്മയെ ജയിലിൽ വന്ന് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല സീത.